വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കന്നിമൂലയിലെ ഗണപതി പ്രതിഷ്ഠയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഏതൊരു ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിലായി മൂലാധാര ചക്രത്തിൻ്റെ അതിദേവതയായ ഗണപതിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാകും. തൈനി വൈഷ്ണവ ചിന്താഗതിക്കാരായവർ കൂടി ഗണപതിയെ വിഷക്സേനൻ എന്ന നാമധേയത്തിൽ ഉപാസിക്കുന്നു. ഇത് വിഷ്ണുവിൻ്റെ അംശമായ പരിവാരദേവതയാണ്. അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ സേനാപതിയുമാണ്. ചില സന്ദർഭങ്ങളിൽ വിഷ്ണുവിൻ്റെ പര്യായമായും വിഷക്സേനൻ എന്ന പദം പ്രയോഗിക്കുന്നു. ഈ പദത്തിൻ്റെ അർത്ഥം എല്ലാ ദിക്കുകളിലേക്കും ശത്രു സൈന്യത്തെ ഭയപ്പെടുത്തി ഓടിക്കുന്നവൻ എന്നാണ്. വിഷ്ണു സഹസ്രനാമത്തിലെ 125-ാമത്തെ നാമമാണിത്. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ സമ്പ്രദായ പാഠങ്ങളിൽ നിർവിഘ്ന പരിസമാപ്തിക്ക് വേണ്ടി ചൊല്ലുന്ന മംഗളം ഇപ്രകാരമാണ് ആരംഭിക്കുന്നത്. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശുക്ലാംബരധരനും അഥവാ ശുഭവസ്ത്രം ധരിച്ചവരും വിഷ്ണുവും അഥവാ സർവവ്യാപിയും ശശിവർണം അഥവാ പൂർണ്ണചന്ദ്രൻ്റെ നിറത്തോടു കൂടിയവനും ചതുർഭുജവും അഥവാ 4 തൃക്കൈകളോടു കൂടിയവനും പ്രസന്നവദനനും അഥവാ പ്രസന്നമായ വദനത്തോടു കൂടിയവനും ആയവനെ സർവവിഘ്ന നിർവാരണാർത്ഥം ഞാൻ ധ്യാനിക്കുന്നു. ഈ ശ്ലോകം സവിശേഷമായി ഗണപതിയെ കുറിക്കുന്നില്ല. പക്ഷേ എല്ലായിടത്തും ഇത് ഗണപതി പ്രസാദാർത്ഥമുള്ള ശ്ലോകമായി ഉപയോഗിക്കുന്നുവെന്ന് മാത്രം. ശുക്ലാംബരധരനും എന്ന പദം ഒഴിവാക്കിയാൽ അത് പൂർണ്ണമായും ഒരു വിഷ്ണുസ്തുതിയാകുന്നു. വിഷ്ണു പീതവസ്ത്രധാരിയാണെന്ന് സർവത്ര പ്രസിദ്ധമായതുകൊണ്ട് മാത്രമാണിത്. വിഷ്ണു എന്ന നാമപദം തന്നെ വിശേഷണാർത്ഥത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. വിഷ്ണുവിൽ നിന്നും അന്യമായ ഒരു ദേവനെയും തങ്ങൾക്ക് ഉപാസിക്കേണ്ടതില്ല എന്ന വൈഷ്ണവ ചിന്താഗതി ഇവിടെ തെളിഞ്ഞു നിൽക്കുന്നു. അടുത്ത ശ്ലോകവും ഇതേപോലെയാണ്. യസ്യാതിരക്തവത്യാദ്യ വലിഷത്യാവലിഷത്തം വിഘ്നം നിഘ്നന്തി സതതം വിഷക്സേനം തമാശ്രയേ. ഗജമുഖൻ മുതലായ സർവദേവതകളും 100 കണക്കിന് വിഘ്നങ്ങളും യാതൊരുവൻ്റെ പ്രേരണ കൊണ്ടാണോ ഇല്ലാതാകുന്നത് ആ വിഷക്സേനനായിക്കൊണ്ട് നമസ്കാരം. ഇവിടെ ധീരതഭക്തൻ എന്ന നാമം പൊതുവെ നമ്മൾ ഗണപതിയുടെ പര്യായമായി ഉപയോഗിക്കുന്നു. വൈഷ്ണവ സിദ്ധാന്തമനുസരിച്ച് ധീരതഭക്തൻ വിഷക്സേനൻ്റെ ഉപസേനാപതിയാണ്. ഏതു സിദ്ധാന്തക്കാരനായാലും ഗണേശനെ ഏതെങ്കിലും ഭാവത്തിലോ രൂപത്തിലോ സ്വീകരിക്കാറുണ്ട് എന്നതാണ് ഇത് തെളിയിക്കുന്നത്. പക്ഷേ കേരളത്തിലെ പ്രാചീനമായ ചില അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കന്നിമൂലയിൽ അഥവാ തെക്ക് പടിഞ്ഞാറേ ദിക്ക് ഇതിനെ തന്നെ നിര്യതി കോൺ എന്നും പറയും. ഇവിടെ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതായി കാണാം. ചില ക്ഷേത്രങ്ങളിലാകട്ടെ കന്നിമൂലയിൽ ശാസ്താവും ഭദ്രകാളിയും കൂടി ഒറ്റ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചതായി കാണാം. വേറെയും ചില ക്ഷേത്രങ്ങളിൽ ശാസ്താവും ഗണപതിയും ഒരുമിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണാം. ഉദാഹരണം തൃപ്പാദപുരം മഹാദേവ ക്ഷേത്രം. ഉദാഹരണത്തിന് തൃപ്പാദപുരം മഹാദേവ ക്ഷേത്രം അഥവാ കഴക്കൂട്ടം. അപൂർവം ക്ഷേത്രങ്ങളിലായി ഗണപതിയെ അഗ്നികോണിലും തെക്കുകിഴക്ക് ദിക്കിൽ പ്രതിഷ്ഠിച്ചിരിക്കും.
ഇത്തരത്തിലുള്ള പ്രതിഷ്ഠകൾക്ക് പിന്നിൽ വേറെയും ചില കാരണങ്ങൾ ഉണ്ടായിരിക്കും. പൊതുവെ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും കന്നിമൂലയിൽ ഗണപതി പ്രതിഷ്ഠ നടത്തിയിരിക്കും. അതുകൊണ്ടാണ് കന്നിമൂല ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത്. വിഘ്ന വിനാശകനായ ഗണപതി ഭഗവാനെ കന്നിമൂലയിൽ ആണ് കൂടുതലായും പ്രതിഷ്ഠിച്ച് കാണുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.